എല്ലാവർക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇന്നൊരു അടിപൊളി പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കാണിക്കുന്നത്. ബാച്ചിലേഴ്സിനും ആർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ്. നമുക്ക് കുക്കറിൽ ഒരൊറ്റ വിസിൽ തന്നെ ഈ ഒരു പായസം ഉണ്ടാക്കിയെടുക്കാം. ഈസിയാണ് ഉണ്ടാക്കാൻ, നല്ല ടേസ്റ്റാണ് കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ പച്ചരി വെച്ചാണ് കേട്ടോ ഈ ഒരു പായസം ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മൾ ജീരകശാല റൈസാണ് എടുത്തിട്ടുള്ളത്. ജീരകശാല റൈസ് ആകുമ്പോൾ നല്ലൊരു ഫ്ലേവറും ഉണ്ടാവും, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉണക്കല്ലരി എടുക്കാം കേട്ടോ. ഉണക്കല്ലരി ആകുമ്പോൾ വേവ് കുറച്ച് മാറ്റം ഉണ്ടാവും. അപ്പോൾ ഇനി നമുക്ക് പായസം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതായത് നമ്മുടെ ഈ ജീരകശാല അരി നന്നായിട്ട് കഴുകിയെടുക്കുക കേട്ടോ. ഒരു 3-4 പ്രാവശ്യം നന്നായിട്ട് കഴുകിയിട്ട് ഇതാ വെള്ളം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇതൊരു കുക്കർ ചൂടാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഈ ഒരു പഞ്ചസാര നമുക്കൊന്ന് കാരമലൈസ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. പഞ്ചസാര മെൽറ്റ് ആവുന്ന സമയത്ത് ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കുക. പഞ്ചസാര ഇതുപോലെ കാരമലൈസായി വന്ന സമയത്ത് നമുക്കിതിലേക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3/4 കപ്പ് അളവിൽ മിൽക്ക് മെയ്ഡാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. മധുരം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഈ ഒരു മിൽക്ക് മെയ്ഡും കാരമലൈസ് ചെയ്ത പഞ്ചസാരയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിതുപോലെ പഞ്ചസാര കാരമലൈസ് ചെയ്തെടുത്തിട്ട് പായസം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പായസത്തിന് നല്ല കളറും ഉണ്ടാവും, നല്ല ടേസ്റ്റുമാണ് കേട്ടോ കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു മിൽക്ക് മെയ്ഡും കാരമലൈസ് ചെയ്ത പഞ്ചസാരയും കൂടെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കളർ കണ്ടല്ലോ, നല്ല കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. പാലെടുക്കുന്ന സമയത്ത് ഫുൾ ഫാറ്റുള്ള പാൽ തന്നെ എടുക്കുക കേട്ടോ. പായസം ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നല്ല ഫാറ്റുള്ള പാലാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇത് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഈ ഒരു പാല് നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കട്ട പിടിച്ച പോലെ ഉണ്ടാവും കേട്ടോ. അത് ഈ ഒരു കാരമലൈസ് ചെയ്ത പഞ്ചസാരൊക്കെ കട്ട പിടിക്കുന്നതാണ്. ഈ ഒരു പാല് നന്നായിട്ട് ചൂടായിട്ട് വരുന്ന സമയത്ത് അതൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിക്കോളും. ഇനി നമ്മളിത് ഈ ഫ്ലെയിം ഹൈയിൽ വെച്ച് കൊടുക്കുക കേട്ടോ. ഈ പാല് നന്നായിട്ട് തിളക്കണം. തിളച്ച് വരുമ്പോൾ ഇതുപോലെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ ഒരു കാരമലൈസ് ചെയ്ത പഞ്ചസാര കട്ട പിടിച്ചൊക്കെ മെൽറ്റ് ആയിട്ടുണ്ടാവും. നല്ലൊരു കളറായി വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ പാല് നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വെള്ളം കളഞ്ഞെടുത്തിട്ടുള്ള അരി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കിനി കുക്കർ അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഒരു 15 മിനിറ്റ് വേവിച്ചെടുക്കാം. 15 മിനിറ്റ് ആകുമ്പോൾ തന്നെ കുക്കർ ഒരു വിസിൽ വന്നിട്ടുണ്ടാവും. ആ വിസിൽ വരുന്നതോട് കൂടി തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മളിത് ഹൈ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ കുക്ക് ചെയ്തെടുക്കരുത്. കാരണം പാലായതുകൊണ്ട് ഇത് വിസിലടിക്കുന്ന സമയത്ത് പാലൊക്കെ തെറിച്ച് പുറത്തു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒരു 15 മിനിറ്റ് ആട്ടോ നമുക്കൊരു വിസിൽ വരാൻ വേണ്ടി ടൈം എടുക്കുന്നത്. അപ്പോൾ ഞാനിതാ ഒരു വിസിൽ വന്നപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. കുക്കറിൻ്റെ പ്രഷർ പോയ ശേഷമായിട്ട് ഇപ്പോൾ തുറക്കുന്നത്. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ കുറച്ച് മധുരം കുറവാണ്. അപ്പോൾ ഞാൻ ഒരു 1/4 കപ്പും കൂടെ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 2 നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ഒരു പായസത്തിൽ നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതൊന്നും നെയ്യിൽ വറുത്തിടൂല കേട്ടോ. അതുപോലെ ഏലക്കാപ്പൊടി ജീരകപ്പൊടി അതൊന്നും ചേർക്കൂല. അതൊന്നും ഇല്ലാതെ കേട്ടോ ഈ ഒരു പാൽപ്പായസത്തിൻ്റെ ടേസ്റ്റ് പറയുന്നത് നല്ല ടേസ്റ്റാണ് ഇത് കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി പാൽപ്പായസം റെഡി ആയിട്ടുണ്ട്. ബാച്ചിലേഴ്സിനും ആർക്കും വേണമെങ്കിലും സിമ്പിളായിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാൽപ്പായസമാണ്. നമുക്ക് ഓണത്തിനൊക്കെ കുറേ വിഭവങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ഇപ്പോൾ 1-2 ഐറ്റം പായസമൊക്കെ ഉണ്ടാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരൈറ്റം പായസം നമുക്കിതുപോലെ പാൽപ്പായസമൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേഗത്തിൽ പണി തീരുകയും ചെയ്യും. കുടിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ റെസിപ്പി നിങ്ങൾ മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്.